നമുക്ക് തരൂർ വിഷയം തന്നെ ചർച്ച ചെയ്യാം. ഇപ്പം ഡൽഹിയിലെ മീറ്റിംഗ് നടക്കുന്നു വൈകിട്ട് ഇന്ന്. ഇതിനിടയിൽ ശശി തരൂർ ഇട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. എങ്ങനെയാണ് മാപ്രകൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നാണ് തരൂർ പറയുന്നത്. അതിൻ്റെ ഒരു സീക്വൻസ് പറയാം. അദ്ദേഹം ഇട്ട പോസ്റ്റിൻ്റെ ഒരു മലയാളം തർജ്ജമ. അദ്ദേഹം ഇട്ട പോസ്റ്റിൻ്റെ തലക്കെട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ജേർണലിസം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പാഠ്യക്ഷമാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ പറയുന്നത്. ഇത് ഞങ്ങളിങ്ങനെ ഒരു ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഒരു വീഡിയോ ചെയ്യാൻ കാര്യം, ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഇന്ത്യയിലെ ആദ്യത്തെ ജേർണലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലപ്പത്ത് ഡയറക്ടറായിട്ട് 3 വർഷത്തോളം ഇരുന്ന ഒരാളാണ് ഞാൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിൻ്റെ ഡയറക്ടറായിട്ട് അതിൻ്റെ പ്രിൻസിപ്പൽ പോലെ ഡയറക്ടർ പോസ്റ്റ് അതാണ്. അവിടെ 3 വർഷത്തോളം ഇരുന്ന് പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് മുന്നേ എന്നേക്കാൾ മിടുക്കര് മഹാരഥന്മാർ ആ ഡയറക്ടർ സ്ഥാനം വഹിച്ച ഒരു സ്ഥാപനമാണ്. എനിക്ക് അവരൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ്. അപ്പോൾ അങ്ങനെ വളരെ ബഹുമാനത്തോടെ വിനയത്തോടെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് 3 കൊല്ലത്തോളം ഇരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ ചോദിച്ചു വാങ്ങിയല്ല, എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശശി തരൂർ പറയുന്ന ആ ഒരു വാചകം, നമ്മുടെ രാജ്യത്ത് ജേർണലിസം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പാഠ്യവിഷയമാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കോട്ട് ശശി തരൂർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വാർത്തകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. നോട്ട് ദ പോയിന്റ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ വാർത്തകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ പുതിയ മലയാളം പോഡ്കാസ്റ്റിന് ഞാൻ കൊടുത്ത അഭിമുഖം അറിയാമല്ലോ, ഇപ്പം അതെല്ലാം ചർച്ചയാണ്. അവർ 2 കാര്യങ്ങൾ നിർഭാഗ്യകരമായി ചെയ്തു. 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ സാഹിത്യ പ്രവർത്തനങ്ങളിൽ എൻ്റെ സമയം ചെലവഴിക്കാനുള്ള പല ഓപ്ഷൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞ ഒരു നിർദോഷമായ പ്രസ്താവനയെടുത്തിട്ട് ഞാൻ മറ്റു രാഷ്ട്രീയ അവസരങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇംഗ്ലീഷ് തലക്കെട്ട് ഉണ്ടാക്കി. ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് തലക്കെട്ടുണ്ടാക്കിയാൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടാക്കി. പതിവ് പോലെ മറ്റ് ഉള്ള മീഡിയ ചാനലുകൾ ഇത് തലക്കെട്ടായി അവരും പബ്ലിസിറ്റി കൊടുത്തു. രാഷ്ട്രീയ ലോകം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആ പ്രശ്നം നേരിടാനായിരുന്നു ഞാൻ പിന്നീട് സമയം ചെലവഴിക്കേണ്ടി വന്നത്. രണ്ടാമതായി പറയാനുള്ളത്, ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചു. കേൾക്കുക, ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചു. ആരാ? ശശി തരൂരാ പറയുന്നത്. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു നേതാവില്ലെന്ന് ഞാൻ പരിതപിച്ചുവെന്ന് അവർ അവകാശപ്പെട്ടു. ടെസ്റ്റ് ചെയ്ത് പോയത് മനസ്സിലായല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിലൊരു നേതാവില്ലെന്ന് ഞാൻ പറഞ്ഞതായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഇംഗ്ലീഷിൽ മറ്റേ വാർത്ത കൊടുത്തു. ഇത് ദ ഹിന്ദു പത്രത്തിൻ്റെ മുൻനിര വാർത്തയായി. ഹിന്ദു പത്രം ദ ഹിന്ദു അത് പ്രാധാന്യത്തോട് കൊടുത്തു. മറ്റു മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ 3 ദിവസമായിട്ട് ഈ ചർച്ചകൾ കൊഴുപ്പിക്കുകയും ചെയ്തു. മനസ്സിലാക്കും. ഞാൻ ശശി തരൂരാണ്, കോട്ട് ശശി തരൂർ. ഞാൻ ഈ തലക്കെട്ടിനെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഇംഗ്ലീഷ് വിവർത്തനം എന്നായിരുന്നു മറുപടി. ഇന്ത്യൻ എക്സ്പ്രസിന്റെ മറുപടി. എന്നാൽ ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് കാണണം, ഓഡിയോ ക്ലിപ്പ് എനിക്ക് കാണണം എന്ന് ഞാൻ പറഞ്ഞു, ആവശ്യപ്പെട്ടു. അത് നോക്കി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായി. ശശി തരൂർ പറയുകയാണ്. അപ്പൊ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് അടിച്ചത് നിങ്ങൾ കാണിച്ചത് ശുദ്ധ തോന്നിയാസാണ്. ഇപ്പോൾ ആ പത്രം ഇന്ത്യൻ എക്സ്പ്രസ് തിരുത്തൽ പ്രസിദ്ധീകരിച്ചു, തരൂർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അത്തരം ബോധപൂർവം
ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനത്തിനെതിരെ ഒരു വ്യക്തിക്ക് എന്ത് സംരക്ഷണമുണ്ട്? മാപ്രകളോടാണ് ചോദിക്കുന്നത്, മാപ്രകളോട്. ഇപ്പൊ തരൂർ പറഞ്ഞ് മനസ്സിലായല്ലോ. തരൂർ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞൊരു കാര്യം എങ്ങനെ സമർത്ഥമായിട്ട് ഒരു മാധ്യമ സ്ഥാപനം വളച്ചൊടിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്, ധനു ഇന്ത്യൻ എക്സ്പ്രസ്. ഇവിടെ മാപ്രകൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് വോയിസ് വീഡിയോയിൽ പറയുന്നത് നെറികെട്ട പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നെറികെട്ട പണികൾ. പിന്നെ ഇനി അതിന്റെ ബാക്കി അവസാന വാക്കായിട്ട് ഞങ്ങൾ പറയുന്നു, എന്താ പറയുന്നത്, ബാലകൃഷ്ണം എന്ന് എടുത്താൽ മതി. ഈ ഒരു വിവാദം ഇങ്ങനെ ഉണ്ടായതിൽ ഒരു കണക്കിന് നന്നായി. തരൂർ എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ കോൺഗ്രസിന് ഒരു നേതാവില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ എനിക്ക് കോൺഗ്രസിൽ ചില അവഗണന വന്നു. എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. സാഹിത്യ പ്രവർത്തനം, പ്രഭാഷണം, ലോകം മുഴുവൻ കറങ്ങി നടന്നിട്ട് പ്രഭാഷണം നടത്താം. പ്രഭാഷണത്തിലൂടെ ഒരു വർഷം കോടികൾ സമ്പാദിക്കുന്ന ആളാണ് ശശി തരൂർ. അത് എത്ര മലയാളിക്ക് അറിയാം? ഇവിടെ കുറെ രാഷ്ട്രീയ പ്രസംഗികരുണ്ടല്ലോ. തരൂര് ലോകം മുഴുവൻ കറങ്ങിയിട്ട് പ്രസംഗിക്കാൻ മാത്രം പോയാൽ ഒരു വർഷം കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ആളാണ്. പ്രസംഗിക്കുന്നതിന് പിന്നെ അതിനുള്ള വിഹിതമുണ്ട്, അതിനുള്ള എന്താ പറഞ്ഞാൽ ന്യായമായ പേയ്മെന്റ് ഉണ്ട് ഒരു പ്രഭാഷണത്തിന്. അതാണ് തരൂർ ഉദ്ദേശിച്ചത്. അപ്പോ ഇന്ത്യൻ എക്സ്പ്രസ് അതിനെ വളച്ചൊടിച്ചിട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളിലേക്ക് ഞാൻ പോകാൻ പോകുന്നു, കോൺഗ്രസ് വിടുന്നു. ഒരു ഗുണമുണ്ടായത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു തരൂരിനെ വിടാൻ പാടില്ല. ഇപ്പൊ ഡൽഹിയിൽ ഇന്ന് മീറ്റിംഗ് ആണല്ലോ, നടക്കട്ടെ, തീരുമാനം എടുക്കട്ടെ, നല്ലതാണ്. ഇപ്പൊ ഇങ്ങനെ തരൂർ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞെങ്കിലും ഇത്തരം ഒരു ചർച്ച ഉണ്ടായതൊരു വിവാദമായത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ലതാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താ രാഹുൽ ഗാന്ധി 2 വർഷമായിട്ട് സമയം കൊടുക്കാത്ത തരൂരിനെ വിളിപ്പിച്ച് സംസാരിച്ചത് 10 ജനപത്തില് സോണിയാഗാന്ധിയുടെ വീട്ടില്? ഇപ്പൊ എന്താ പെട്ടെന്നൊരു കോൺഗ്രസ് കേരളത്തിലെ എല്ലാ PCC പ്രസിഡന്റുമാരെയും ഇപ്പോഴത്തെ എല്ലാം വിളിച്ച് എല്ലാ പ്രതിപക്ഷ വിളിച്ച് ചർച്ച ചെയ്യും? നല്ല കാര്യം, ചർച്ച ചെയ്യട്ടെ. ഈ പാർട്ടി എന്താ ഇങ്ങനെ ആയി പോയത് കോൺഗ്രസ്? അതിന് ഉത്തരം കണ്ടെത്താൻ അവർ ശ്രമിക്കട്ടെ, അവർ നോക്കട്ടെ. അപ്പൊ തരൂരല്ല വിവാദം ഉണ്ടാക്കിയത് മാപ്രകള്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, പിന്നെ മറ്റുള്ളവർ ഏറ്റെടുത്തു, ദ ഹിന്ദു, മറ്റേ ചാനലുകള്. ചർച്ച നടക്കട്ടെ, ചർച്ച. ഇത് കോൺഗ്രസിൽ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ നല്ല കാര്യം. കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ മാത്രം പാർട്ടിയായി പോയത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ്സുകാർ ചിന്തിക്കുക. എന്താ നിങ്ങളിങ്ങനെ ആയിപ്പോയത്? ഒരിക്കലും ഇനി ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ വരുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോഴത്തെ സെറ്റപ്പിൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് അതിന് നെഹ്റു ഗന്ധി കുടുംബത്തിൽ നിന്നൊന്നും ഇനി പ്രതീക്ഷിക്കുക വേണ്ട. പുറത്തുനിന്ന് ആൾക്കാർ വരണം. അതുകൊണ്ടാണ് ശശി തരൂര് ഖാർഗെക്കെതിരെ മത്സരിച്ചത്. ജനാധിപത്യം കോൺഗ്രസിൽ വേണം എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് നമ്മൾ തരൂരിനെ മാനിക്കുന്നത്. പിന്നെ തരൂര് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഇപ്പം അവസാനിപ്പിക്കാം. കേരളത്തിന് കോൺഗ്രസിന് പച്ചപിടിക്കണമെങ്കിൽ, UDF പച്ചപിടിക്കണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തരൂരിനെ രംഗത്ത് ഇറക്കിയാൽ കുറച്ച് വോട്ട് കിട്ടും, കുറച്ച് സീറ്റ് കിട്ടും. അല്ലെങ്കിൽ ഉണ്ടല്ലോ കട്ടപ്പുക, വട്ടപൂജ്യം. ഈ VD സതീഷിനെ പറ്റി ആർക്ക് എന്ത് പ്രതീക്ഷയായിപ്പോൾ ഉള്ളത്? മറ്റു കോൺഗ്രസ് നേതാക്കള് ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. തരൂരിനെ കളത്തിൽ ഇറക്കിയാൽ 10 വോട്ട് കിട്ടും, 10 സീറ്റ് കിട്ടും. അല്ലെങ്കിൽ വെറും ഇത്രയേ ഉള്ളൂ. അത് ആ ബോധം കോൺഗ്രസിനുണ്ടോ ഇല്ലയോ എന്ന് ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അത്രയേ ഉള്ളൂ.